ിക്കുന്ന മക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ മാസമുണ്ടല്ലോ, അല്ലാഹുവേ, ഞാൻ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ഒരുമ്മയെ കണ്ടോ. പടച്ചവനെ, ഉമ്മയും മക്കളും മത്സരമാണ്. എന്റെ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ ഉമ്മയ്ക്ക് ക്യാൻസർ ആണ്. ഉമ്മയുടെ വയറിനകത്ത് മഴ എന്തോ വന്നിട്ട് കുടലിലോ എന്തോ ക്യാൻസറാ ഉമ്മയ്ക്ക് അറിയില്ല ഉസ്താദെ. ഉമ്മയ്ക്ക് വയറുവേദനയാണെന്നാ ഞങ്ങൾ പറയണത്. ഉമ്മയ്ക്ക് അത് അറിയാത്തത് കൊണ്ടാ ഉമ്മ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഇരിക്കുന്നത്. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഉസ്താദ് ഞങ്ങളുടെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ, ഞാൻ സന്തോഷിച്ചു. പടച്ചോനെ, ഇതുപോലെ 2 മക്കള്, ഉമ്മാനെ ഇത്രയും സ്നേഹിക്കുന്ന 2 മക്കള്. ഇറങ്ങാൻ സമയമായപ്പോ ആ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഉസ്താദിനെ ഒന്ന് വിളിക്കരിക്കൊന്ന് സംസാരിക്കണം. അല്ലാഹുവേ, പടച്ചവനെ, ഞാൻ ഉമ്മയുടെ റൂമിനകത്തേക്ക് കയറി ചെന്നു. ഉമ്മ മക്കളോട് 2 പേരും പറഞ്ഞൊന്ന് വെളിയിൽ പോകാൻ. ഉമ്മയെന്ന് പറഞ്ഞ ആരെന്നറിയോ? പഠിച്ചോ. 2 മക്കളോടും വെളിയിൽ പോകാൻ പറഞ്ഞു. കഥകൊന്ന് അടയ്ക്കുമോനെ. ഞാൻ ആ ഉമ്മാന്റെ ചാരത്ത് പോയിരുന്നു. ക്യാൻസർ രോഗമല്ലേ, ഉമ്മായിക്ക് അറിയില്ലല്ലോ. ഞാൻ അടുത്ത് പോയിരുന്നപ്പോ ആ ഉമ്മ എന്നോട് പറയുക, ഉസ്താദേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. എൻ്റെ മക്കൾക്ക് ബാധ്യതയായി കിടക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ക്യാൻസർ ആണെന്ന് എൻ്റെ മക്കൾക്ക് അറിയുന്നതിന് മുമ്പേ എനിക്കറിയാം ഉസ്താദേ. എന്നോട് പറയാ, എനിക്ക് ക്യാൻസർ ആണെന്ന് എൻ്റെ മക്കൾക്ക് അറിയുന്നതിന് മുമ്പേ എനിക്കറിയാം. അവര് വിചാരിച്ചിരിക്കുന്നത് എനിക്കറിയില്ല എന്നാ. അതുകൊണ്ട് ആ മക്കള് സന്തോഷത്തോടെ നടക്കുന്നത്. എനിക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ അറിഞ്ഞു എന്ന് എൻ്റെ മക്കൾ അറിഞ്ഞ അവരുടെ കണ്ണ് നിറയുമല്ലോ. എൻ്റെ മക്കൾക്ക് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ, ഉമ്മ എന്ന് പറഞ്ഞാൽ അതാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഉമ്മ ആരെന്നറിയോ? അടുത്തൊരു പെൺകുട്ടി പടച്ചവനെ 8 മാസം ഗർഭിണിയാണ്. 8 മാസം ഗർഭിണിയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, സീരിയസാ, ഈ കുഞ്ഞിനെ പ്രസവിച്ച ഉമ്മ മരിച്ചുപോകും. അല്ലാഹുവേ, പടച്ചവനെ, ഉമ്മയുടെ വില എന്തെന്നറിയോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 8 മാസം ഗർഭിണിയായ പെണ്ണിനോട് ഡോക്ടർ പറയാ, ഈ കുഞ്ഞിനെ പ്രസവിക്കണ സമയത്ത് ഉമ്മ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, വളരെ സീരിയസാ. ആ സമയത്ത് ആ പെണ്ണ് ചോദിച്ചെന്തെന്നറിയോ ഉസ്താദേ? ആ പെണ്ണ് ചോദിച്ചെന്ന് ഡോക്ടറോട് ചോദിക്കാ, എനിക്കെന്ത് വന്നാലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ ആലോചിക്കേ, പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണ് മരിക്കാൻ വരെ 99% സാധ്യതയുണ്ട്. അപ്പോഴും അവളെ കുറിച്ചല്ല ചിന്തിച്ചത്. ചിന്തിച്ചത്, ഡോക്ടറെ, എൻ്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞിനൊന്നും ഇല്ലല്ലോ. അതാ നമ്മുടെ ഉമ്മ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട് ഓടൻ